എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വം നൽകുന്ന LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ കുറ്റ്യാടി മണ്ഡലം സ്വീകരണ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 7 വൈകുന്നേരം 3 മണിക്ക് ജാഥ ആയഞ്ചേരിയിൽ എത്തിച്ചേരും. കേരള സർക്കാരിന്റെ കഴിഞ്ഞ 9.25 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ക്രൂരമായ അവഗണന തുറന്നു കാണിക്കാനും LDF സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനത്ത് സംഘടിപ്പിച്ച 3 മേഖലാ ജാഥകളിൽ ഒന്നായ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി 1 മഞ്ചേശ്വരത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വം നൽകുന്ന ജാഥയ്ക്കുള്ള സ്വീകരണ പരിപാടി വൻ വിജയമാക്കി തീർക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു. കുറ്റ്യാടി മണ്ഡലത്തിലെ 222 ബൂത്തുകളിൽ നിന്നായി 15,000 ബഹുജനങ്ങൾ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കും. ജാഥ കല്ലാച്ചയിലെ സ്വീകരണം ഏറ്റുവാങ്ങി കടമേരി റോഡ് വഴിയാണ് ആയഞ്ചേരിയിലെത്തുക. LDFന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം സംസ്ഥാനത്ത് പര്യടനം ആരംഭിച്ചിരിക്കുന്ന 3 ജാഥകളുടെയും ലക്ഷ്യം കഴിഞ്ഞ 9.25 വർഷമായി LDF സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കലാണ്. അതോടൊപ്പം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയും ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ ഉയർത്താനാണ് ശ്രമിക്കുന്നത്. ഈ ജാഥ നടക്കുന്ന പശ്ചാത്തലം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഉയർന്നു വന്ന സവിശേഷമായൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഘട്ടമാണ്. തീർച്ചയായും ഇനിയുമൊരു തുടർ ഭരണത്തിലേക്ക് കേരളത്തെ മുന്നോട്ട് നയിക്കാനാണ് LDF പരിശ്രമിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമൂഹ്യ വിഷയങ്ങളും നവകേരള സൃഷ്ടിയുടെ വിവിധങ്ങളായ കാഴ്ചപ്പാടുകളും പൊതുസമൂഹത്തിന് വിശദീകരിക്കാനും കേരള വികസനത്തിന് അനുകൂലമായ ഒരു പൊതു അന്തരീക്ഷം രൂപപ്പെടുത്തലുമാണ് ഈ ജാഥയുടെ ലക്ഷ്യം. വാർത്താ സമ്മേളനത്തിൽ KK ദിനേശൻ, PC ഷൈജു, P സുരേഷ് ബാബു, TN മനോജ്, അഡ്വക്കേറ്റ് KP ബിനൂബ, CH ഹമീദ് മാസ്റ്റർ, PP മുകുന്ദൻ, K ജയപ്രകാശ്, മഹേഷ് പയ്യട, വള്ളിൽ ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു.